ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ആക്ച്വലി ഫുൾ മൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് പൗർണമി വരുന്നുണ്ട്. നമ്മുടെ ഫുൾ മൂൺ ദിവസമാണ് 21st സൺഡേ അല്ലേ, സൺഡേ ആണ്. അപ്പോൾ അതിനുള്ള റീഡിങ് അത് ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള, നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് എനിക്കറിയാം, നമ്മുടെ നക്ഷത്രം വെച്ചിട്ടാണ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നമ്മുടെ നക്ഷത്രങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങൾക്ക് എന്താ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓരോ കാർഡേ എടുക്കുള്ളൂ. മാക്സിമം വേണമെങ്കിൽ ഞാൻ എന്താ പറയുക, നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ എടുക്കും. ആൻഡ് ഒരു നിങ്ങൾക്ക് എന്താ പറയുക, ഗൈഡൻസ്. ഓക്കെ, ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിതിങ്ങനെ ഷഫിള് നല്ലോണം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഞാനിതിവിടെ വെക്കും. ജസ്റ്റ് ഓരോ കാർഡ് മേലെന്നോ ഇടയെന്നോ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ എടുത്തെടുത്ത് പോകും. കാരണം ഒരുപാട് ലോങ് റീഡിങ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. 27 നക്ഷത്രങ്ങളല്ലേ നമ്മുടെ, എല്ലാം ചെയ്തു വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ 2 വീഡിയോ ആക്കിയെന്ന് വരും. ഓക്കെ, കുറച്ചെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി സെക്കൻഡ് റീഡിങ് ആക്കിയിട്ട് ഷിഫ്റ്റ് ഇതാക്കേണ്ടി വരും. അപ്പോൾ ഇത് ജനറലായിട്ടും വരാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരാം, എന്തും വരാം. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ് ഞാൻ ഇടില്ല, കാരണം ഇതന്നെ ചിലപ്പോൾ 2 വീഡിയോ ആയി പോവും, നല്ല ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കിട്ടുന്നില്ല. ഓക്കെ, ആദ്യം നമ്മുടെ നക്ഷത്രം അശ്വതി അല്ലേ. അശ്വതി തുടങ്ങാം നമുക്ക്. അശ്വതി, അശ്വിനി എന്നൊക്കെ പറയും നിങ്ങൾക്ക്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും. ഓക്കെ, സൺ കാർഡാണ്. വാവ്, വെരി നൈസ്. നിങ്ങൾക്ക് സക്സസ് വരുമെന്ന് പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിജയം പ്രതീക്ഷിക്കാം, ഒരു സന്തോഷം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിൽ, നിങ്ങൾക്ക് ചെറിയൊരു കാര്യമായാലും ശരി, നിങ്ങൾക്കൊരു സന്തോഷം ഇന്നത്തെ ദിവസം ഉണ്ടാവും. ആൻഡ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് മാറി നിങ്ങൾക്ക് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കിട്ടും എന്ന് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും ഇന്നത്തെ ദിവസം, ഹാപ്പി ആയിട്ട് നിങ്ങളുണ്ടാവും. ആൻഡ് വേറെന്താ പറയാനുള്ളത്, ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു തെളിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കും എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങളിന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ലക്ഷണമാണ് പറയുന്നത്. ഇതിലൊരു കുട്ടിയെ പോലെയൊക്കെയാണ്. സോ മേ ബി നിങ്ങളിന്നൊരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക്, വളരെ ഹാപ്പി ആയിട്ട്, ഓക്കെ, മനസ്സുകൊണ്ട് നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സക്സസ് പ്രതീക്ഷ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സാറ്റർഡേ സൺഡേക്ക് ആണെന്നാലും മേ ബി എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു സക്സസ് വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവാം. ഓക്കെ, ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾക്ക് സന്തോഷം വരും എന്ന രീതിയിൽ ഇന്നത്തെ ദിവസം. ഓക്കെ, നിങ്ങൾക്കൊരു അഡ്വൈസ്, ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ചിലവർക്ക് ജോലിയുടെ കാര്യത്തിലൊക്കെ ആയിരിക്കാം. ജോലിയുടെ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മുന്നോട്ട് നിങ്ങൾക്കൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെ സന്തോഷമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതിൽ നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും വരും, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം വരും എന്ന് പറയാം. ഓക്കെ, ഓക്കെ, അപ്പോൾ അതാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഓക്കെ, നമുക്ക് ഭരണി നക്ഷത്രത്തിലേക്ക് പോകാനി. ഭരണി നക്ഷത്രത്തിന് നമുക്ക് എന്താണ് ഷഫിൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, ബട്ട് എനിവേ. ഓക്കെ, 7 ഓഫ് കപ്സ് ആണ് ഇവിടെ. 7 ഓഫ് കപ്സ് പറയുമ്പോൾ ഒന്ന് നമ്മൾ ഇമോഷണൽ കാര്യമാണ്, ഒരു ലേശം ഇമോഷണലായിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും, പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും, ഏതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിനാണ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട്. അതിനുവേണ്ടി നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഏതാണ് നിങ്ങൾക്ക് ചോയ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്താണ് എന്നുള്ളൊരു ചിന്ത. പിന്നെ നിങ്ങൾ ഓരോ കാര്യത്തിനെക്കുറിച്ചും ലൈക്ക് കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നിങ്ങളൊന്ന് നന്നായി അനലൈസ് ചെയ്യാൻ ഒരു സമയം എടുക്കുക. ഓക്കെ, ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട, ഒരു ലേശം സമയം എടുത്ത് നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി തീരുമാനം എടുക്കുക. ഓക്കെ, കാരണം ചിലത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 7 ഓഫ് കപ്സ് പറയുമ്പോൾ ഇതിൽ ചിലത് നല്ലതായിരിക്കും, ചിലത് നല്ലതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ചിലതൊക്കെ നല്ലതാണെന്ന്. ഓക്കെ, പക്ഷെ അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. സോ നല്ലോണം ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഓക്കെ, 7 ഓഫ് കപ്സ് വരുമ്പോൾ കുറച്ചൊരു നമ്മളവിടെ ഒരു ഡിസെപ്ഷൻ്റെ കാര്യമുണ്ട്, ഒരു ചെറിയ എനർജി, അത്ര നല്ല എനർജി ആയിട്ടല്ല പറയുക. സോ നിങ്ങൾ ചിന്തിച്ച് മാത്രം തീരുമാനം എടുക്കാം. ഓക്കെ,
ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇമോഷണലും ആവും നിങ്ങൾ ചില കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവും. ആ കാര്യം ചൂസ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം, പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. അപ്പോൾ നന്നായി ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കാം. ആൻഡ് എംബ്രേസ് ദ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, തീരുമാനം പെട്ടെന്ന് ചാടിക്കേറി എടുക്കണ്ട. ഓക്കെ, കുറച്ച് സമയം എടുക്കാം. ഐ തിങ്ക് ഇന്നത്തെ ഈ എനർജി ഒന്ന് മാറിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടട്ടെ കാര്യങ്ങളിൽ. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുക, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ തീരുമാനം എടുക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാവാനും സാധ്യതയുണ്ട്. സോ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളോട് ഈ ഒരു സമയം ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലതാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാനും തീരുമാനിക്കാനും കാര്യങ്ങളെ നന്നായിട്ട് അനലൈസ് ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടുകയാണ്. ഓക്കെ ഓക്കെ ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് ഭരണികാർക്ക് അതാണ്. ആൻഡ് കാർത്തിക എൻ്റെ നക്ഷത്രമാണ്. എനിക്കെന്താണ് നോക്കട്ടെ. ഫുൾ മൂൺ എനർജി, പൗർണമി എനിക്കെന്താ കൊണ്ടുവരുന്നത്? ഓക്കെ ലെറ്റ്സ് സീ. ഇറ്റ് ഈസ് എ കാർഡ് ഓഫ് ഓക്കെ, താങ്ക് യു എന്ന് ഞാൻ യൂണിവേഴ്സിനോട് ആദ്യം തന്നെ പറയട്ടെ. എന്നോട് പറയാം എനിക്കിതൊരു സന്തോഷമുള്ള ദിവസം എനിക്കെന്നല്ല, കാർത്തികക്കാർക്ക്. ഓക്കെ, കാർത്തികക്കാർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത്, ഹാപ്പിനെസ് വരുന്നതായിട്ടാണ് കാണുന്നത്, ഒരു സ്റ്റെബിലിറ്റി, നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചിലവർക്കൊരു വീട് കെട്ടുന്ന പോലെ, ചിലവർക്കൊരു മാരേജിൻ്റെ കാര്യം, ചിലവർക്ക് ഫാമിലി സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഫാമിലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന തരത്തിൽ നമുക്ക് പറയാം. നമുക്ക് സെലിബ്രേഷൻ എന്ന രീതി, ചിലവർക്ക് ഓക്കെ വല്ല സെലിബ്രേഷന് വേണ്ടി പോകുന്നുണ്ടാവാം, വല്ല മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുന്നുണ്ടാവാം. വീട് വെച്ചിട്ടുള്ള വല്ല നിങ്ങളുടെ വീട് കെട്ടുന്നതിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ വല്ല ഫംഗ്ഷന് വിളിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒരു സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഓക്കെ ലൈഫിലെ ഒരു നല്ലൊരു എന്താ പറയുക സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഈ പൗർണമി. നിങ്ങൾക്ക് അതാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചുകൂടി ഒരു സമാധാനമായിട്ടും നിങ്ങൾ ഒരു സ്റ്റേബിളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്ത എഫേർട്സിൻ്റെ ഒരു റിസൾട്ടാണത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു സെലിബ്രേഷൻ, ജോയ്, ഹാർമണി, റിലാക്സേഷൻ, ഹോം കമ്മിങ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പം നിങ്ങൾക്ക് ഓക്കെ ഒരു സമാധാനം കിട്ടും, ഒരു സ്റ്റെബിലിറ്റി കിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സമയമാണ്. മേ ബി ജോലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൻ്റെ കാര്യത്തിൽ, എന്താ പറയുക, ഫാമിലിയുടെ കാര്യത്തിൽ, ചിലവർക്ക് മാരേജ്, ഓക്കെ എന്തും ആവാം. ഓക്കെ, നിങ്ങൾ ഫാമിലി ആയിട്ട് നല്ലൊരു പീസ്ഫുള്ളായിട്ട് ഹാർമോണിയസ് ആയിട്ട് പോകും എന്ന രീതിയിൽ പറയാം. എനിക്ക് ഇതൊരു നല്ലൊരു പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, നമുക്കൊരു വളരെ സന്തോഷം തരുന്നൊരു കാർഡാണ്. ഗിവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രേസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുമ്പോൾ, ഓക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈവൻ സന്തോഷമായാലും ശരി, നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് കിട്ടി, അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യുക കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, മറ്റുള്ളവർക്കും, കാരണം നിങ്ങൾക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന എന്ത് തന്നെ ആയാലും എനിക്ക് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ യൂണിവേഴ്സിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പോലെയാണ് അല്ലേ, നമുക്ക് കിട്ടി, അതിനൊരു നന്ദി പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു വഴിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. യൂണിവേഴ്സിന് നന്ദി പ്രകടിപ്പിക്കാൻ, യൂണിവേഴ്സിനോട് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി നിങ്ങളുടെ സക്സസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക പറ്റുന്ന പോലെ കേട്ടോ. ഓക്കെ, ഒരുപാടല്ല എന്നാലും. ഓക്കെ, ഇനി എന്താണ് കാർത്തിക, രോഹിണി. ഓക്കെ, രോഹിണികാർക്ക് ഓക്കെ രോഹിണിക്ക് പൗർണമി ദിവസം ലേശം അപ്സെറ്റാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് നെഗറ്റീവ് ടൈമാണ് നിങ്ങൾക്ക്. ഓക്കെ, ചില നഷ്ടങ്ങൾ വരുന്നൊരു സമയമായിരിക്കാം. ചിലവർക്ക് ഒരു എന്താ പറയുക, നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് ചില സിറ്റുവേഷൻ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ പുറത്താക്കിയ പോലെ നിങ്ങൾക്ക് വല്ല സിറ്റുവേഷൻ ഉണ്ടാവാം ചിലവർക്ക്. പക്ഷേ ഇത് നമുക്ക് പോസിറ്റീവ്ലി പറയുകയാണെങ്കിൽ, ഇങ്ങനെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഇതിൻ്റെ ഒരു റിക്കവറി നമുക്ക് വരും എന്ന രീതിക്കും പറയാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇന്നത്തെ ദിവസം നിങ്ങളൊരു ലോ ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഐ തിങ്ക് പൗർണമി നിങ്ങളെ ഒന്ന് എഫക്റ്റ് ചെയ്യുന്ന പോലെയുണ്ട്. ഓക്കെ, ഒരു ലോ ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്ന് വിഷമിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ അത് ചില ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ലോസ്, ഹെൽത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഒന്ന് പുറത്ത്, നിങ്ങളെ ജോലിയുടെ നഷ്ടപ്പെടൽ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം മാറ്റിങ് അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തൊരു ലേശം ഡൗൺ ആയിട്ടിരിക്കും. പക്ഷേ ഇതിവിടെ പറയുന്നത് ഹോപ്പ് ഇസ് സ്റ്റിൽ ദെയർ, ഇറ്റ്സ് എ ഷോർട്ട് ടേം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു എന്താ പറയുക സിറ്റുവേഷൻ മാത്രമാണ്. ഓക്കെ, ഇത് മാറി വരും നിങ്ങൾക്ക് എന്നൊരു ഹോപ്പ് ഉണ്ട് എവിടെയോ.
ഓക്കെ, ആ ഒരു ഹോപ്പ് നിങ്ങളോട് കൈവിടരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈനാൻഷ്യൽ ലോസ്, പോവർട്ടി, ലാക്ക്. യെസ്, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തോന്നലുണ്ട്, എനിക്ക് കയ്യിലുള്ളത് പോരാ, എനിക്ക് എന്തൊക്കെയോ കുറവുണ്ട് എന്നൊക്കെ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് ഐ തിങ്ക് രോഹിണി അല്ലേ, രോഹിണി നക്ഷത്രക്കാർക്ക് ലേശം കുറച്ചൊരു അപ്സെറ്റ് ആയിട്ടുള്ള സമയമാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം. നഷ്ടപ്പെട്ടു ഇപ്പം ചില ലോസിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഫൈനാൻഷ്യൽ ലോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്ക് വീട് അല്ലെങ്കിൽ പണം ജോലി നഷ്ടപ്പെടില്ല, അങ്ങനെ പലതും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോറി രോഹിണി. ഓക്കെ, ലേൺ ഫ്രം ദ പാസ്റ്റ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പഠിക്കാനുള്ള സമയമായി. നിങ്ങളിപ്പോൾ സപ്പോസ് ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഫൈനാൻഷ്യൽ ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മുൻപൊരിക്കൽ കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ലോസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടില്ല, ലെസൺ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി അപ്പോൾ നിങ്ങൾക്ക് ചില ലോസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം വരുന്ന സമയം വന്നപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചില്ല. നിങ്ങൾ ഇനി എങ്ങനെ ഞാൻ സേവ് ചെയ്യണം, ഇനി എങ്ങനെ ഞാൻ മണി ഞാൻ ഹാൻഡിൽ ചെയ്യണം കെയർഫുള്ളായിട്ട് എന്ന രീതിക്കുള്ള നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുത്തില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതിന് നഷ്ടത്തിനെ കുറിച്ച് മാത്രം ഓർത്താൽ പോരാ, ആ നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കഷ്ടകാല സമയത്ത് നിന്ന് നിങ്ങൾ എന്താ പഠിക്കേണ്ടത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം അല്ലേ. സോ അതൊരു ലെസൻ്റെ ടൈമാണ് നിങ്ങൾക്കിപ്പോൾ. അത് ഈ ഫുൾ മൂൺ സമയത്തായിരിക്കും നിങ്ങൾക്കൊരു ഹൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ. രോഹിണി. ഇനി നമുക്ക് മകീരം. അടുത്തത് മകീരംകാർക്ക് എന്താ നോക്കാം. അഗെയിൻ 5 of Cups. ഇവിടെയും ലേശം ഒരു മോശം സിറ്റുവേഷൻ ആണ്. ഇത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ പ്രതീക്ഷ പോലെ നടന്നിട്ടില്ല, ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ്. ഒരു സങ്കടം, ഒരു വിഷമം, ഒരു ലോസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ലോസ് ആണ് ഇവിടെ ഫൈനാൻഷ്യലിനെക്കാളും ഫൈനാൻഷ്യൽ എന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇമോഷണൽ ലോസ് ആണ് നിങ്ങൾ പറയുന്നത്. മകയിരംകാർക്ക് നിങ്ങൾ ഒരു മേ ബി നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ ആ നിങ്ങൾ നോക്കി നിൽക്കുന്നത്, ഇപ്പോൾ ഈ കാർഡിനെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നോക്കി നിൽക്കുന്നത് നഷ്ടപ്പെട്ടതിനെ മാത്രമാണ് നോക്കി നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ബാക്കിയുണ്ട്. 2 കപ്പ് ഇവിടെ സ്റ്റാൻഡിങ് ഉണ്ട് നിങ്ങൾക്ക്, അതിനെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പോസിറ്റീവിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരാം. നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റുക. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം ഓർത്തിരുന്നിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നിങ്ങൾ പക്ഷെ ബാക്കി എന്തൊക്കെയോ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ബാക്കിയുണ്ട്. ദൈവം ബ്ലെസ്സിങ്സ് തന്നതുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും. കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അതിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ പക്ഷേ അപ്പോഴും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അല്ലേ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയി എന്ന് വിചാരിക്കുക, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവരെ നിങ്ങൾ കാണുക. സോ ഇവിടെ ലോസ് മാത്രം ആലോചിച്ച് നിൽക്കരുത്, ഇമോഷണൽ മാത്രം ആവരുത്. കാര്യങ്ങളെ മുന്നോട്ട് നിങ്ങളൊന്ന് മാറ്റിയെടുത്ത് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റുക, പോസിറ്റീവിലേക്ക് ചിന്തകളെ കൊണ്ടുവരാം. ഒരല്പം ഡൗൺ ആണ്. മാജിക് വർക്ക്സ് ത്രൂ യു. യെസ്, നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ മാജിക്. നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ പവറും ഉണ്ട്. ഈ സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട്. 2-3 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് 5 കപ്പ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. 5 കപ്പിൽ ഇവിടെ 3 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, 2 ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ വെച്ച് നിങ്ങൾക്ക് തുടങ്ങി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് വരാം. സോ നഷ്ടം എന്ന് പറയാനായിട്ടില്ല ഇവിടെ. ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ബാക്കിയുണ്ട്. ആ മാജിക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഇത് മകീരമായിരുന്നു അല്ലേ. മകീരം. നമുക്ക് തിരുവാതിര എടുക്കാം. തിരുവാതിര. ഹൈറോഫൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങളൊരു സ്പിരിച്വലായിട്ട് ഫീൽ ചെയ്യാം ചിലവർക്ക്. നിങ്ങൾ അവനവൻ്റെ ജസ്റ്റ് ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവും ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. ചിലവർ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഐ തിങ്ക്
വളരെ സ്പിരിച്വലായിട്ട് നിങ്ങൾ പ്രാർത്ഥനകളോ കാര്യങ്ങളിലോ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലവർക്ക് നിങ്ങൾക്കൊരു ഗൈഡ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു മെൻറ്റോർ ഉണ്ടാവും, ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. അവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഹെൽപ്പിന് ഉണ്ടാവും, ഒരു പേഴ്സൺ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ, നിങ്ങളൊരു വളരെ ട്രഡീഷണൽ ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് ഇന്നത്തെ ദിവസം പൗർണമിയാണ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തിരുവാതിരക്കാർക്കാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളിന്ന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വേയിൽ നിങ്ങൾ പൗർണമി ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല. ഓക്കെ, മേ ബി സോ നിങ്ങളുടെ ഇന്ന് നിങ്ങൾ അതിലേക്ക് ടൈം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഗൈഡൻസ് ചോദിക്കാം, മടിക്കണ്ട. ഓക്കെ, ആരുടെങ്കിലും ഹെൽപ്പ് എടുക്കുക. വല്ല ഐ തിങ്ക് നമ്മുടെ എന്താ പറയുക, പൂജാരിമാരോ അല്ലെങ്കിൽ ആസ്ട്രോളജേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൗൺസിലേഴ്സോ ആരെടുത്താൽ വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് ഒന്ന് ഗൈഡൻസ് ഒക്കെ എടുക്കാം. ആക്ച്വലി ഇത് മാരേജിൻ്റെ സിറ്റുവേഷൻ കൂടിയാണ് പറയാം. ഓക്കെ, ഹൈറോഫൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ് ആണ്. ചിലവർക്ക് ഒരു മാരേജ് കാര്യങ്ങളുടെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും, മാരേജ് ഫൈനലൈസ് ആവാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. ചിലവർ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അപ്പോൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ വളരെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. കാരണം നിങ്ങൾ അത്രയും ആ ട്രഡീഷൻസ് മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം മേ ബി നിങ്ങൾ അതിനൊക്കെ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം എന്ന് മാത്രമല്ല, ഓക്കെ, കുറെ കൂടി എനിക്ക് ഇന്ന് ഒരു സ്പിരിച്വൽ ഫീലിംഗ് ആണ് വരുന്നത് ഈ കാർഡിൽ കൂടുതൽ. ഐ തിങ്ക് നിങ്ങളിന്ന് സ്പിരിച്വലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്പിരിറ്റ് ഹാസ് എ പ്ലാൻ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തരും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് തരും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് പേഴ്സൺ ആയിരിക്കാം. കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇത് ഐ തിങ്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥന കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുക്കുമ്പോൾ ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് തെളിഞ്ഞ് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. സോ മേ ബി അതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അത് നമ്മുടെ തിരുവാതിര നക്ഷത്രംകാർക്കാണ്. ഓക്കെ, ഇനി പുണർദം നോക്കാം നമുക്ക് അല്ലേ. പുണർദം ഇതിൽ എത്ര എണ്ണം ഒരു നോക്കട്ടെ, ഞാനൊരു 10-20 മിനിറ്റിൻ്റെ വീഡിയോ ആക്കുന്നുള്ളൂ. കാരണം ഇത് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല പണിയാണ്. ഇതിൽ ഞാൻ എഴുതി ഇടും വേണം നിങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ. എനിക്ക് നല്ല പണിയായിരിക്കും. സോ ഓക്കെ, പുണർദം കയറിക്കുന്ന എന്താ കാണുന്നത്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, ഇതൊന്ന് നിങ്ങളെക്കുറിച്ചായിരിക്കാം പറയുന്നത്. നിങ്ങൾ വളരെ ഇമോഷണൽ എനർജി ഉള്ള പേഴ്സൺ ആയിരിക്കും. നിങ്ങൾ വളരെ കെയറിങ് പേഴ്സൺ ആയിരിക്കും. മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഒരുപാട് ഇമോഷണൽ വ്യക്തിയാണ് എന്ന് പറയാം. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് ആക്ച്വലി ഇത് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരു സെൽഫ് കെയറിന് സമയം എടുക്കുക, സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ ഓക്കെ അവനവന് നിങ്ങൾ ഒരുപാട് കെയർ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ അവനവന് കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ ദിവസം ഐ തിങ്ക് ഈ പൗർണമി സമയത്ത് മേ ബി നിങ്ങൾ ഇമോഷണൽ ആവുന്നുണ്ടാവും, കൂടുതൽ ഇമോഷണലൊക്കെ ആവുന്നുണ്ടാവും. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഫുൾ മൂൺ നിങ്ങളെ എഫക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വളരെ ഇമോഷണൽ ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സെൽഫ് കെയറിനുള്ള സമയം എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ടാവും, നിങ്ങളെ കെയർ ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. നിങ്ങളെ കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു വ്യക്തി ഉണ്ടാവാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവനവനെ എന്ന് കെയർ ചെയ്യുക. ഓക്കെ, സെൽഫ് ലവ് ചെയ്യാമെന്ന്. സെൽഫ് ലവും ആക്ച്വലി ഇത് എൻ്റെ എനർജിയാണ്, ജെമിനായാണ്. ഓക്കെ, ഇത് നമ്മുടെ പുണർദം നക്ഷത്രക്കാർക്കാണ് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം വേറെ എന്താണ് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് ഇത് ലേഡീസ് ആവണമെന്നില്ല കേട്ടോ, ജെൻസ് ആയാലും നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ വേണ്ടി കെയർ ചെയ്ത് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന പേഴ്സൺ എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, സിങ് യുവർ ഓൺ സോങ്. ആക്ച്വലി യെസ്, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഓക്കെ നിങ്ങളൊന്ന് ലേശം ഒന്ന് മാറ്റി ചിന്തിക്കാം.
ഓക്കെ. നിങ്ങൾ ഒരു റിസ്ക് എടുത്തിട്ടായാലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അവനവന് വേണ്ടി ചെയ്യാം. ഓക്കെ, അവനവന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാം. ആൻഡ് സെൽഫ് കെയർ ചെയ്യുന്ന ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് അവനവനെ കെയർ ചെയ്യാം. കാരണം നിങ്ങൾ ഇമോഷണൽ ആവാം. ഓക്കെ, ഇമോഷണൽ ആകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കെയർ ചെയ്യാൻ വരും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഇന്നത്തെ കെയർ നിങ്ങൾ അവനവന് കൊടുക്കാം. ഓക്കെ, പുണർദം. ഇനി നമുക്ക് പൂയം എടുക്കാം. പൂയം. ഓക്കെ, പൂയം നക്ഷത്രം നിങ്ങൾക്ക് എന്തായിരിക്കാം? ഓക്കെ, തിങ്ക് ലാസ്റ്റ് ആക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, 6 of Swords. ഓക്കെ, ഇവിടെ പൂയം നക്ഷത്രക്കാർക്ക് എന്ന് പറയുന്നത് 6 of Swords ആണ്. ഓക്കെ, ഒന്ന് നിങ്ങൾ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുമെന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സമാധാനം ഫീൽ ചെയ്യും. ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു കോംപ്രമൈസ് ആവും. നിങ്ങളൊരു പീസ്ഫുൾനെസ് വരും നിങ്ങളുടെ ലൈഫിൽ എന്നൊക്കെ പറയാം. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് ഒരു നമ്മൾ പറയില്ലേ ഒരു സമാധാനപരമായ ഒരു ദിവസമായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഇപ്പം നിങ്ങൾ അതിൻ്റെ ഒരു നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ മതി ഇനി ടെൻഷൻ അടിക്കുന്നില്ല എന്ന് വെക്കുന്നതായിരിക്കാം. ഓക്കെ, ഇതൊരു മൂവിങ് ഓൺ എന്നും പറയാം. ചിലവർക്ക് ഒരു മൂവിങ് ഓൺ എനർജി ഉണ്ട് ഇവിടെ. അതായത് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് പോവാൻ തീരുമാനിക്കുന്നുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യും. ഓക്കെ, മാറിപ്പോവും. ചിലവർക്ക് ജോലിക്ക് വേണ്ടി ട്രാവലിംഗ് ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോളിഡേ പോലെ ഒരു റിലാക്സേഷൻ പോലെ. ഓക്കെ, റിലാക്സേഷൻ പോലെ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കാം. നിങ്ങളൊന്നല്പം ശാന്തമായ ഒരു ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യും. ആൻഡ് ഓക്കെ, പേഴ്സണൽ ട്രാൻസിഷൻ. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ പറയുന്ന സമയത്ത് അതായത് നിങ്ങൾ ചില കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് പോവുക എന്ന് പറയും നമ്മൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ബട്ട് ഓക്കെ, ചില സമയത്ത് അതും ആവശ്യമാണ്, കുഴപ്പമില്ല, വിട്ടേക്കൂ. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടത് നമുക്ക് പിന്നീട് ഫേസ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് സോൾവ് ആയിട്ട് നിങ്ങളൊരു പീസ്ഫുള്ളായിട്ട് നിങ്ങൾ സിറ്റുവേഷൻ മുന്നോട്ട് പോകും എന്നും പറയാം. ഓക്കെ, ഗൈഡൻസ്. ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ. ഓക്കെ, ഇവിടെ പറയുന്നത് മേ ബി കോൺഫ്ലിക്റ്റിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കോംപ്രമൈസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ അല്ലേ, ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ഭാഗവും കറക്റ്റാണ്, മറ്റേ ആൾ പറയുന്ന ഭാഗവും കറക്റ്റാണ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ ഒരു കോംപ്രമൈസ് എന്ന് ഞാൻ പറഞ്ഞത്. സോ ഒരു കോംപ്രമൈസ് വരാനുള്ള സാധ്യതയാണ്. സോ മേ ബി അതാണ് ഇവിടെ നമ്മളൊരു പീസ്ഫുള്ളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യം പറയുന്നത്. സോ യെസ്, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ആവും. അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര പോവും. ഓക്കെ, ചിലർക്ക് ട്രാവലിംഗ് വേണ്ടി വരും. ഈ ഒരു സമയത്ത് ചിലപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ട്രാവലിംഗ് വരാം. നിങ്ങൾ ജോലിക്ക് വേണ്ടി ചിലപ്പോൾ സ്ഥലം മാറി പോവാം. ജേണി ഒരു യാത്ര വരാം, എന്തോ ആവാം. ഓക്കെ, അത് പൂയം ആൾക്കാർക്കാണ്. ഇനി ആയില്യം. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ്, വെരി നൈസ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു കമ്മിറ്റ്മെൻ്റ് കാര്യമാണ് പറയുന്നത്. ചിലവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ. ഓക്കെ, മാരേജ് കമ്മിറ്റ്മെൻറ്റ് ഓഫർ ആയിരിക്കും. ചിലവർക്ക് ഒരു പുതിയ ജോലിയുടെ ഓഫർ വരുന്നതായിട്ട് പറയാം. ധാരാളം ആയില്യം അല്ലേ. ഓക്കെ, ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്കൊരു പുതിയ ജോലിയുടെ ഓഫർ വരാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു തുടക്കം വരുന്നതായിട്ടാണ്. ചിലവർക്ക് ചില പണം കിട്ടുന്നതായിട്ട് പറയാം. ഫൈനാൻഷ്യൽ സക്സസ് എന്തെങ്കിലും വരുന്നുണ്ടാവാം. പിന്നെ യെസ്, നിങ്ങളുടെ ഫൈനാൻസ് ബെറ്റർ ആവും എന്ന രീതിക്ക് എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് മോസ്റ്റ്ലി നിങ്ങളുടെ മണി മാറ്റർ, സ്റ്റെബിലിറ്റി, ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിലൊക്കെ പറയാം. ചിലവർക്ക് മാരേജ്, ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കാം, മാരേജ് ഓഫർ കൊടുക്കുന്നതായിരിക്കാം. ചിലവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളോട് ഒരു മാരേജ് ഓഫർ പറയുന്നതായിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ആയില്യംകാർക്ക് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്, വളരെ വളരെ പോസിറ്റീവാണ്. സോ ഫുൾ മൂൺ ഏറ്റവും ചിലപ്പോൾ നല്ലത് കൊണ്ടുവരും, ചിലപ്പോൾ കുറച്ചും മോശം കൊണ്ടുവരും, അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. ഗുഡ്. ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡീറ്റെയിൽസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും, മുന്നോട്ട് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടും. ചിലപ്പോൾ ജോലി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ജോലിയുടെ ഓഫർ കിട്ടും, കമ്മിറ്റ്മെൻറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഫൈനാൻഷ്യൽ എന്തെങ്കിലും ഗെയിൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ഇടയിൽ വല്ല തടസ്സം വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിലേസ് വന്നു ഒക്കെ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈനെ ട്രസ്റ്റ് ചെയ്യുക. ദാറ്റ് ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും, പക്ഷേ ഇതിവിടെ യൂണിവേഴ്സ് തരുന്ന പോലെയാണ്, മേലെന്നാണ്, ആകാശത്തുനിന്ന് ഇങ്ങനെ ഒരു കൈ നീണ്ടു വരുന്ന പോലെയാണ്. സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുക തന്നെയാണ്. ഓക്കെ, അത് ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ദാറ്റ് കിട്ടും, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കാം. ഓക്കെ, സോ നമ്മുടെ ആയില്യം. ഓക്കെ, ഇനി മകം എടുത്തേക്കാം. ഓക്കെ, മകം നക്ഷത്രം. അത്തം വരെ ഞാൻ ഈ വീഡിയോ ഇടണം, അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് വീഡിയോ ഇന്ന് തന്നെ ചെയ്യുമെന്നും അറിയില്ല, കാരണം ഞാൻ പറഞ്ഞ് അവസാനം എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ വേറെ സമയത്തായിരിക്കും ഞാൻ റീഡിങ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഒന്നിച്ചങ്ങടെ ഒറ്റ ഇടിക്ക് ചിലപ്പോൾ കുറേ നമുക്ക് പറയാൻ കിട്ടില്ല, എനർജി പോവും. ഓക്കെ, നമുക്ക് മകം അല്ലേ, മകം എന്താ വരുന്നത്? ഓക്കെ, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മകം നക്ഷത്രക്കാർക്ക്. ഓക്കെ, അതായത് ചിലപ്പോൾ, പക്ഷെ ഇതൊരു മൈൻഡിൻ്റെ തോട്ടാണ്. ഈ കാർഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സിലെ ഒരു ബ്ലോക്കേജ് ആണ്. ഓക്കെ, ഇത് ലൈഫിൽ ശരിക്കും നിങ്ങൾ ചിലപ്പോൾ മേ ബി ഒരു സിറ്റുവേഷൻ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടാവാം, പക്ഷേ ഏതൊരു സാഹചര്യത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു കഴിവ് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അതിനൊരു ആക്ഷൻ എടുക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, ഈ ഒരു കാർഡ് എപ്പോഴും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇത്, കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് പറഞ്ഞു തരാൻ. അതുകൊണ്ട് കാരണം ഇത് ചുറ്റും സോഡ്സ് ആണ്. ഓക്കെ, നമ്മളിങ്ങനെ എന്താ പറയുക, വാള് കുത്തിവെച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, കൈയും കാലും കെട്ടിയിട്ടുണ്ട്, കൈ കെട്ടിയിട്ടുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്, പക്ഷെ കാല് നിങ്ങളുടെ കെട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് നടന്നു പോവാം അവിടുന്ന്, മെല്ലെ മെല്ലെ ആയാലും അവിടുന്ന് നടന്ന് നിങ്ങൾക്ക് പുറത്ത് വരാം. ഓക്കെ, ഈ ഇതിനിവിടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ കുറേ എണ്ണം ചുറ്റും ഉണ്ട്, പക്ഷെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിലൂടെ പുറത്ത് വരാം. ഓക്കെ, നിങ്ങൾ അവനവനെ നിങ്ങൾ സ്റ്റക്കാക്കി നിർത്തുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് അതായത് നിങ്ങളുടെ മനസ്സിലെ പേടിയാണ്, അതായത് എനിക്ക് ഇതിൽ നിന്ന് പുറത്തേ വരാൻ സാധിക്കില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ബാധിക്കും, അങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ചിന്തകളാണ്. ഓക്കെ, നിങ്ങൾ പെട്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെയാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നെഗറ്റീവ് തിങ്കിങ് ആണ് നിങ്ങളുടേത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട്. യു ക്യാൻ ടേക്ക് ദ ബ്ലൈൻഡ് ഫോൾഡ് ഓഫ് ആൻഡ് വാക്ക് അവേ അറ്റ് എനി ടൈം. നിങ്ങൾക്ക് നടക്കാമായിരുന്നു പുറത്തേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ബിലീഫ്സ് ആണ് തെറ്റിവിടെ. ഓക്കെ, നിങ്ങൾ അവനവനെ കുറിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, കഴിവുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ല. നിങ്ങൾ അവനവനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങൾ അവനവനെ തന്നെ പെടുത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടു എന്ന് തോന്നും. സോ അഗെയിൻ ഇവിടെ അഡ്വൈസ്, മൈൻഡിനെ നിങ്ങൾ മാറ്റിയെടുക്കുക, പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക. ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, യെസ് ആക്ച്വലി ഇത് വളരെ മാച്ചാണ് ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഓക്കെ, നിങ്ങളിങ്ങനെ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സാഹചര്യങ്ങൾ എന്ത് തന്നെ ബ്ലോക്ക് ചെയ്താലും അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് തന്നെയാണ് കഴിയുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മകം നക്ഷത്രം. ഓക്കെ, അടുത്തത് പൂരം എടുക്കാം നമുക്ക്. പൂരം നക്ഷത്രം. ഓക്കെ, ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, ഒരു റിസ്ക് എടുത്തിട്ടായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയില്ല ആക്ച്വലി ഇത് എങ്ങോട്ട് എത്തുമെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല. അതൊരു റിസ്ക് എടുത്ത് നിങ്ങൾ പോവുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാവണം. നിങ്ങൾ മാനസികമായിട്ടും മനസ്സുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾ വളരെ നിങ്ങൾ അധികം പ്ലാനിങ് ഒന്നുമില്ല അതിൽ. ഐ തിങ്ക് നിങ്ങൾ പ്ലാനിങ് അധികം ആലോചിച്ചിട്ട് എന്താ പറയുക, ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടല്ല. ഓക്കെ, ഒരു സഡൻ ഐ മീൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒന്നും ചെയ്യണമെന്ന്. ഓക്കെ, അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന പോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മേലെ ട്രസ്റ്റ് ഉണ്ട്. ദാറ്റ് ഞാൻ ചെയ്യുന്ന ഓക്കെ കറക്റ്റ് ആവും, കുഴപ്പമില്ല, എൻ്റെ കൂടെ യൂണിവേഴ്സ് ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു ധൈര്യം നിങ്ങൾക്കുണ്ട്. സോ ഇത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്നാലും ചിലപ്പോൾ ഒരു വാർണിംഗ് ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഒരുപാടല്ല കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് കാര്യങ്ങളൊന്ന് കുറച്ച് സ്റ്റെപ്സ് പ്ലാൻ ചെയ്യുക. സോറി. ഓക്കെ, മേക്ക് യുവർ ഡ്രീംസ് റിയൽ. യെസ്, ഡ്രീംസിൻ്റെ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ഓക്കെ, അതൊരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ ആണ്. പക്ഷെ നിങ്ങളത് എടുക്കാൻ നിങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സും പറയുന്നുണ്ട്. ഓക്കെ, ഗോ ഹെഡ്, ചെയ്തോളൂ. മേക്ക് യുവർ ഡ്രീംസ് റിയൽ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കൂ, മുന്നോട്ട് പോയിക്കോളൂ, യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഇന്നത്തെ ദിവസം നല്ലൊരു തുടക്കം കുറിക്കാൻ ഐ തിങ്ക് നല്ല ദിവസമാണ്. ചെയ്തോളൂ.
ഓക്കെ. സോ അതും നിങ്ങൾക്കൊരു യൂണിവേഴ്സ് പെർമിഷൻ തരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സി. ഓക്കെ, ഇത് പൂരംകാർക്കായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല, പൂരമായിരുന്നു ഇത്. ഞാൻ എഴുതിയിടാം എല്ലാം മേലെ. ഓക്കെ, ഉത്രം നെക്സ്റ്റ്. ഉത്രം നക്ഷത്രം. ലെറ്റ്സ് സി, ഉത്രം നക്ഷത്രക്കാർക്ക് എന്താ വരുന്നത്? ഓക്കെ, 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സെയിം ആക്ച്വലി നമ്മുടെ 5 ഓഫ് കപ്സും 4 ഓഫ് കപ്സും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ഓക്കെ, അത് കുറച്ച് നേരം മുമ്പ് ആരുടെയോ ഞാൻ പറഞ്ഞിരുന്നു. അഗെയിൻ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല. നിങ്ങൾക്ക് എന്തോ ആഗ്രഹമുണ്ട്, അത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ എന്ന രീതിക്കാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ എന്തോ കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്, പക്ഷെ ആ നഷ്ടത്തിലേക്ക് മാത്രമാണ്. അഗെയിൻ ഇതും 5 കപ്സും 4 ഓഫ് കപ്സും ഓൾമോസ്റ്റ് സിമിലർ കാർഡ്സ് ആണ്, വളരെ സിമിലർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തോ തരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് നോക്കാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, നിങ്ങളത് യൂണിവേഴ്സ് ഇവിടെ ഏതായിരുന്നു? ഉത്രം നക്ഷത്രം. ഓക്കെ, ഉത്രം നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഐ തിങ്ക് നിങ്ങളൊരു തരം ഒരു ഷടിച്ച് നിൽക്കുന്ന പോലെയാണ്. അതായത് ഞാൻ ആഗ്രഹിച്ചത് മാത്രമേ എനിക്ക് വേണ്ടൂ. ഓക്കെ, വേറെ എന്ത് കിട്ടിയാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇവിടെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. യൂണിവേഴ്സ് തരുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്ത് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മളതെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം എപ്പോഴും. ഓക്കെ, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ വരണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് അത് റിഗ്രറ്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ആ സമയത്ത് കിട്ടിയത് ഞാൻ എടുത്തില്ലല്ലോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, ചിലപ്പോൾ ജോലി കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ റിലേഷൻ ആയാലും ശരി, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങൾക്കൊരു ഓഫർ വന്നു, പക്ഷെ നിങ്ങളത് എടുത്തില്ല. ഓക്കെ, നിങ്ങൾ വേറെന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വേറെന്തോ വേണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ ഈ വരുന്ന ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ചിലപ്പോൾ ഒരിക്കലേ തരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഐ തിങ്ക് ആ ഒരു ക്ഷടിച്ച് നിൽക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും നിങ്ങൾ കാണാൻ തയ്യാറല്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലയൺ സ്പിരിറ്റ്, ബി ജനറസ് ഓഫ് സ്പിരിറ്റ്. ഓക്കെ, ആൻഡ് ഓപ്പൺ, ആക്ച്വലി ഇതാണ് കറക്റ്റ് എനിക്ക് തോന്നുന്നത്. ബി ഓപ്പൺ ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ്. നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തന്നെ നടക്കണമെന്ന് ക്ഷടിച്ച് നിൽക്കാതിരിക്കുക, വാശി പിടിക്കാതിരിക്കുക. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ്സേ ഉണ്ടാക്കുള്ളൂ. കാരണം നമുക്ക് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ യൂണിവേഴ്സ് എവിടെയോ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് കൊണ്ടുതരും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലത് തന്നെ ആയിരിക്കില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരിക്കലും നമ്മൾ ഒരു അച്ഛനോ പാരൻറ്റോ അല്ലെങ്കിൽ ദൈവം എന്ന രീതിക്ക് പറയാം നമുക്ക്. ദൈവം ഒരിക്കലും നിങ്ങളെ മോശം തരില്ല. ഓക്കെ, നിങ്ങൾക്ക് നല്ലതേ കൊണ്ടു തരുള്ളൂ. ഓക്കെ, ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ വെച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾ മുൻപിൽ വരുന്ന പോസിബിലിറ്റീസ് നിങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. ആൻഡ് ബി ജനറസ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് മറ്റുള്ളവരോട് കൂടി വളരെ ജനറസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ, അതായത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ നിങ്ങളുടെ, പക്ഷെ ഇവിടെ അത് മാച്ച് ആവില്ല. ഓക്കെ, സോ വിട്ടേക്കാം. നിങ്ങൾ പക്ഷേ ഞാൻ പറയുന്ന പോലെ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അത് എടുക്കാനൊന്ന് തയ്യാറാവണം. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ഒന്ന് ലേശം മാറ്റണം. ഇത് ഉത്തരംകാർക്കുള്ളതാണ്, ലയൺ സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു വാശി അല്ലേ? ഓക്കെ, അത്തം ലാസ്റ്റ് അതെടുത്തിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ആക്കും. എനിക്ക് അടുത്ത വീഡിയോ ചിലപ്പോൾ ഞാൻ ഇന്ന് ചെയ്തൊന്നും വരില്ല, പിന്നീടായിരിക്കും 10 മണി. സോ സെറ്റിങ്സ് വേറെ ആയിരിക്കാം, പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അത്തം രണ്ടും ചിലപ്പോൾ ഒപ്പം അപ്ലോഡ് ചെയ്യും. ഞാൻ ഒന്നിന് പിന്നാലെ ഒന്നെ അപ്ലോഡ് ചെയ്യും. ബട്ട് ടൈം വേറെ ആയിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതെനിക്ക് എഡിറ്റും കൂടി ചെയ്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ്. ഓക്കെ, അത്തംകാർക്ക് എന്താണ്, നല്ലതാണോ വേണമെന്ന് എന്താണെന്ന്? ദിവസം പൗർണമി, യെസ്, 9 ഓഫ് പെന്റക്കിൾസ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു, പ്രോസ്പെരിറ്റി വരുന്നു, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് മെയിൻലി. ഓക്കെ, ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻസ് വരുന്നു എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കും. ചിലവർക്ക് ജോലി കിട്ടുന്ന കാര്യമായിരിക്കും. അപ്പോൾ ജോലി കിട്ടുമ്പോൾ നിങ്ങളൊരു ഇൻഡിപെൻഡൻസിലേക്ക് വരും അല്ലേ, അങ്ങനെ പറയാം. ആക്ച്വലി നിങ്ങൾ വളരെ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ പ്രാപ്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്ത എഫേർട്സിന് കിട്ടുന്ന ഒരു റിവാർഡാണത്. ഓക്കെ, നിങ്ങളതിന് മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, ജോലിയിലായാലും ഈവൻ ഫാമിലി റിലേഷൻഷിപ്സ് എന്തിൽ തന്നെ ആയാലും. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിവാർഡായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ, ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ, സക്സസ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവിടെ. ഓക്കെ, അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയമാണ്. നിങ്ങളതിനെ മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിവാർഡ്സ് കിട്ടും എന്നും പറയാം,
ഓൾറെഡി കിട്ടിയിട്ടില്ലെങ്കിൽ അത് വരുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ. ആൻഡ് ഇത് നമ്മുടെ ചില ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ പറയും. നമ്മൾ 9 ഓഫ് പെന്റക്കിൾസ് നമ്മുടെ ആഗ്രഹം, അഗെയിൻ നിങ്ങളത് മണി ആഗ്രഹങ്ങളായിരിക്കാം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള ആഗ്രഹമൊക്കെ ആയിരിക്കും, അതൊക്കെ നടക്കും. അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുമെന്നാണ്. ചിലവർക്ക് ഇതൊരു മാരേജ് കാർഡായിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ചില നമ്മൾ മാരേജിൻ്റെ ഒരു ഫൈനാൻഷ്യൽ നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട് നമ്മൾ ഫൈനാൻസ് ഒന്നിച്ചാവുക എന്ന രീതിക്ക് പറയുമ്പോൾ ഒരു 9 ഓഫ് പെന്റക്കിൾസ് കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അതും മേ ബി ചിലവർക്ക് ഒരു മാരേജ് സിറ്റുവേഷനും വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ് വളരെയധികം. ഓക്കെ, സോ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് അത്തംകാർക്ക്. ഓക്കെ, ആൻഡ് സീ ദ ബിഗർ പിക്ചർ. ഓക്കെ, ആൻഡ് മിറക്കിൾസ് ആർ എൻഡ്ലെസ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിറക്കിൾ കൊണ്ടുതരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ അബൻഡൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇവിടെ ഇതെന്തായിരുന്നു, സീ ദ ബിഗർ പിക്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എഫേർട്ട് ഇടുമ്പോൾ, നമ്മൾ ഒരുപാട് എഫേർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് അതിൻ്റെ റിവാർഡ്സ് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കൊണ്ടുതരും. ഓക്കെ, നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. കാര്യങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയും ദറ്റ് വരുന്നുണ്ട് എനിക്കുള്ള ബ്ലെസ്സിങ്. നിങ്ങൾ തോന്നുന്നുണ്ടാവും ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടും എനിക്കൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാം. പക്ഷേ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. അത്തമായി. ഓക്കെ, ബാക്കിയുള്ളത് കൂടി ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് രണ്ടും കൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.